കേരളത്തെ ഞെട്ടിച്ച പത്തനംതിട്ട കൂട്ടബലാത്സംഗ കേസിൽ 6 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അറസ്റ്റിലായവരുടെ എണ്ണം 26ആയി. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കേസിൽ പ്രാഥമിക റിപ്പോർട്ട് DIG അജിത ബീഗം സമർപ്പിച്ചു. അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ശുപാർശ ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മറ്റേതൊക്കെ ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്? ഈ പെൺകുട്ടിയെ ഇങ്ങനെ നിരന്തര പീഡനത്തിന് ഇരയാക്കിയതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, നിലവിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് പുറമെ കൊല്ലം ജില്ലയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് രാവിലെ 13 പേരായിരുന്നു പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നത്. അതിൽ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 26 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും 14ആയി വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ സമഗ്രമായ അന്വേഷണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അന്വേഷണ ചുമതല ഇനി നേരിട്ട് DIG അജിത ബീഗം വഹിക്കും. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. 25-അംഗ അന്വേഷണ സംഘത്തെ പുതിയതായി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അന്വേഷണത്തെ കൂടുതൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എത്രയും വേഗം എത്രത്തോളം പ്രതികളിലേക്ക് ഇത് എത്താമോ അത്രയും വേഗം എത്താൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പത്തനംതിട്ട DYSP S നന്ദകുമാറാണ് ആ ടീമിനെ 25-അംഗ അന്വേഷണ സംഘത്തെ നയിക്കുക. അതിന് മേൽനോട്ടം വഹിക്കുക DIG അജിത ബീഗമായിരിക്കും. അത്തരത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നിലവിൽ കേസ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ DIGയുടെ റിപ്പോർട്ട് പ്രകാരം അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സ്വകാര്യത ഉറപ്പാക്കുക, അതുപോലെ തന്നെ പെൺകുട്ടിക്ക് പറയാനുള്ള മൊഴികൾ ഡയറക്റ്റായിട്ട് കേൾക്കുക, അതായത് സ്വകാര്യ വിവരങ്ങൾ പോലും വളരെ സ്വകാര്യത മാനിച്ചുകൊണ്ട് കേൾക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൂടുതൽ വനിതാ SIമാരെ നേരിട്ട് ഇതിൽ അന്വേഷണത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ടും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പെൺകുട്ടിയുടെ സ്വകാര്യത കൂടി കണക്കിലെടുത്താണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്കും നിലവിൽ അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ആ റിപ്പോർട്ടിന്മേലുള്ളത്. അതുപോലെ തന്നെ കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകാനും കൂടുതൽ മൊഴി ആവശ്യമാണെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ മൊഴി എടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DIGയുടെ റിപ്പോർട്ടിന്മേൽ നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ സംരക്ഷണത്തിന് ലൈസൺ ഓഫീസറായി വനിതാ SIയെ നിയോഗിച്ചിട്ടുണ്ട്. ലൈസൺ ഓഫീസറായി ഒരു വനിതാ SIയെ നിയോഗിക്കുമ്പോൾ അത് പെൺകുട്ടിക്ക് മറ്റു വിവരങ്ങൾ കൂടുതലായി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു വനിതാ ഉദ്യോഗസ്ഥയോടാവുമ്പോൾ കൂടുതൽ വിശദമായിട്ട് പറയാൻ സാധിക്കും എന്ന നിഗമനത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതും. അതുപോലെ തന്നെ കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസം, നിലവിൽ സഹപാഠികളിൽ നിന്നുൾപ്പെടെ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിനിരയായി വന്ന വിദ്യാർത്ഥിനിക്ക് തുടർ വിദ്യാഭ്യാസം ഉറപ്പാക്കാനും മറ്റാവശ്യങ്ങൾ എന്തെല്ലാമാണോ പെൺകുട്ടിക്കുള്ളത് അതെല്ലാം കണക്കിലെടുക്കാനും കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും രാവിലെ മുതൽ 13 പേരായിരുന്നു പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നത്. അതിൽ 6 പേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതോടെ നിലവിൽ 7 പേരാണ് ഇനി ബാക്കി പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റും ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഏകദേശം ഒരു 10 പേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നിലവിൽ ഇതുവരെ കേസിലായ അറസ്റ്റിലായവരുടെ എണ്ണം 30 പിന്നിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഈ നിലവിൽ അറസ്റ്റ് ചെയ്തവരും കസ്റ്റഡിയിലുള്ളവരുടെ എല്ലാം മൊഴിയെടുക്കുന്ന ഘട്ടത്തിലാണ്. ജില്ലയ്ക്ക് പുറത്തുള്ളവരും കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും ഈ നിലവിൽ പ്രതികളായിട്ടുള്ളവർക്ക് ജില്ലയ്ക്ക് പുറത്തുള്ളവരുമായും ബന്ധമുണ്ട് എന്ന കാര്യമെല്ലാം പോലീസിന് ബോധ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും കൊല്ലം ജില്ലയിലേക്ക് കൂടി ഈ കേസിൻ്റെ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. പോലീസിൻ്റെ ഒരു സംഘം കൊല്ലം ജില്ലയിലേക്ക് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോവുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ സമഗ്രമായ അന്വേഷണം, കൂടുതൽ വിശദമായ അന്വേഷണം ഇതിൽ ഉറപ്പാക്കുകയാണ് പോലീസ്. ഇതിൽ മറ്റൊരു പ്രധാന പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി, ഈ കേസ് കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ, കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്.
പോലീസിന്. നമുക്കറിയാം 5 വർഷത്തോളം പഴക്കമുള്ള കേസുകൾ, അതിൽ ഉള്ള പ്രതികൾ വരെ നിലവിൽ ഈ പ്രതിപട്ടികയിലും അതുപോലെ തന്നെ അറസ്റ്റിലായവരിലുമുണ്ട്. ഇവരുടെയെല്ലാം കേസുകൾ കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതിൻ്റെ ഭാഗമായി കൂടെയാണ് നിലവിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അതിന് DIG തന്നെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത്. ലക്ഷ്മി, DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ശുപാർശ ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു.